ഭാഗ്യത്തേറിലേറി മെയ് മാസം ഈ 5 കൂറുകാർക്ക് സാമ്പത്തികം കുതിച്ചുയരും. മെയ് മാസം ചില രാശിക്കാർക്ക് അത്ഭുതകരമായ നേട്ടങ്ങളുടെയും ഭാഗ്യങ്ങളുടെയും കാലമാണ്. പ്രത്യേകിച്ചും സാമ്പത്തികമായി വലിയ കുതിച്ചുചാട്ടം നടത്തുന്ന ചില രാശിക്കാരുണ്ട്. ആ രാശിക്കാരാണ് മേടം, ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം, കന്നി എന്നിവ. നമുക്ക് വിശദമായി നോക്കാം. 1. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക മുക്കാൽ ഭാഗം. വളരെ ശുഭകരമായൊരു തുടക്കമാണ് മെയ് മാസം മേടം രാശിക്കാർക്ക് നൽകുന്നത്. സാമ്പത്തികമായും ആരോഗ്യപരമായും പോസിറ്റീവായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടും. കാലങ്ങളായി നിങ്ങളെ അലട്ടിയിരുന്ന വസ്തുതർക്കങ്ങൾ നിങ്ങൾക്കനുകൂലമായി അവസാനിക്കും. മുടങ്ങിപ്പോയ വിദേശയാത്രകൾ ഈ മാസം സാധ്യമാകും. വിദ്യാർത്ഥികൾക്ക് വിജ്ഞാന കാര്യങ്ങളിൽ വലിയ ശോഭിക്കാൻ കഴിയും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്താൻ ശ്രദ്ധിക്കുക. 2. ഇടവം രാശി. കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം അരഭാഗം. സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ കാത്തിരിക്കുന്ന സമയമാണിത്. നഷ്ടപ്പെട്ടു എന്ന് കരുതി ഉപേക്ഷിച്ച ചില വസ്തുക്കളോ പണമോ നിങ്ങൾക്ക് അത്ഭുതകരമായി തിരികെ കിട്ടും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ വലിയ ലാഭം നൽകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയും. പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും യോഗമുണ്ട്. ഗവൺമെന്റ് ജീവനക്കാർക്ക് ആഗ്രഹിച്ച സ്ഥലം മാറ്റം ലഭിച്ചേക്കാം. ഇടയ്ക്കിടെ ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ വരാമെങ്കിലും മാസത്തിന്റെ അവസാനം നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായിരിക്കും. മിഥുനം രാശി. മകയിരം അരഭാഗം, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. മിഥുനം രാശിക്കാർക്ക് ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ വലിയ ലാഭം ലഭിക്കുന്ന മാസമാണിത്. തൊഴിൽ രംഗത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറി സ്വന്തമായി ചെയ്യുന്ന ബിസിനസ്സുകൾ കൂടുതൽ ലാഭകരമാകും. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരം കണ്ടെത്താൻ ഈ മാസം കഴിയും. അവിവാഹിതരുടെ വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ഉന്നതരായ വ്യക്തികളുമായുള്ള നിങ്ങളുടെ പുതിയ സൗഹൃദങ്ങൾ ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. കർക്കടകം രാശി. പുണർദം മുക്കാൽ ഭാഗം, പൂയം, ആയില്യം. കർക്കടക കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങളുടെ മാസമാണിത്. കരിയറിൽ ആഗ്രഹിച്ച സ്ഥാനക്കയറ്റം ലഭിക്കും. സൈനികർക്കും സുരക്ഷാ ജീവനക്കാർക്കും വലിയ അംഗീകാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അപേക്ഷിച്ചിരുന്ന ബാങ്ക് ലോണുകൾ ഈ മാസം പാസ്സായി കിട്ടും. എന്നാൽ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പണച്ചെലവ് വരാം. കുട്ടികൾ മുഖേന ചെറിയ ധനനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ജോലിസ്ഥലത്ത് അനാവശ്യ തർക്കങ്ങളിൽ ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം മുക്കാൽ ഭാഗം. ചിങ്ങം രാശിക്കാർക്ക് ഈ മാസം തികച്ചും അപ്രതീക്ഷിതമായ ചില വലിയ ഭാഗ്യങ്ങൾ വന്നെത്തും. അലട്ടിക്കൊണ്ടിരുന്ന പല ബുദ്ധിമുട്ടുകൾക്കും നല്ലൊരു പരിഹാരം കണ്ടെത്തും. കാർഷിക മേഖലയിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ പ്രതീക്ഷിച്ചതിലും വലിയ ലാഭം നിങ്ങൾക്ക് ലഭിക്കും. ധാരാളം യാത്രകൾ ചെയ്യാനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും അവസരമുണ്ടാകും. കുടുംബജീവിതത്തിൽ പങ്കാളിക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായി വരും. ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. കന്നി രാശി. ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരാല ഭാഗം. കന്നി രാശിക്കാർക്ക് മാനസിക സമാധാനം ലഭിക്കുന്ന മാസമാണിത്. ദാമ്പത്യത്തിനിടയിലുണ്ടായിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ രമ്യമായി പരിഹരിക്കാൻ സാധിക്കും. മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും ഈ മാസം പുനരാരംഭിക്കാൻ കഴിയും. നിങ്ങളുടെ സാമ്പത്തിക നില ഈ മാസം വളരെ ഭദ്രമായിരിക്കും. ആരോഗ്യനിലയിലും വലിയ പുരോഗതിയുണ്ടാകും. എന്നാൽ എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കോടതി കേസുകൾ നടക്കുന്നവർക്ക് അനുകൂലമല്ലാത്ത ചില തീരുമാനങ്ങൾ വന്നേക്കാം. നിങ്ങളുടെ രാശി ഇതിലുണ്ടോ എങ്കിൽ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രാശിയുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യൂ.